ചെയ്യുന്ന തൊഴിലിനോട് പ്രേമം തോന്നുമ്പോൾ അത് ജോലിയല്ലാതായി മാറുമെന്നും ഭാരം കുറയുമെന്നും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി. അത്തരക്കാരുടെ തൊഴിലിൽ പൂർണ്ണത ദർശിക്കാമെന്നും സ്വാമിജി പറഞ്ഞു. കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രഭാഷണവും ഭജനയും നടത്തുകയായിരുന്നു സ്വാമിജി. എന്തുകൊണ്ടാണ് സക്കീർ ഹുസൈൻ തബല വായിക്കുമ്പോൾ അത് നമ്മളെ വേറൊരു തലത്തിലേക്ക്, ഒരു ധ്യാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ചിലർ പാടുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ കണ്ണടച്ചു പോകുന്നത്? എന്താണ് കൃഷ്ണനെയും രാമനെയും ഒക്കെ ഇപ്പോഴും ആരാധിക്കുന്നത് 5000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും? അതാണ് അതിൻ്റെ ശക്തി, അതിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ പ്രസൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരുന്നില്ല, പരിമിതമായിരുന്നില്ല. അവരുടെ പ്രേമത്തിന്, അവരുടെ ശക്തിക്ക് ഒരു സർവ്വവ്യാപിത്വം ഉണ്ടായിരുന്നു. മനസ്സിൽ അഹന്ത തോന്നുമ്പോൾ സ്വയം ജാഗ്രത ഉണരുമെന്നും അമ്മയുടെ സാന്നിധ്യം അതിന് ഉണർവായി തീരുമെന്നും സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. സനാതനധർമ്മത്തിൽ ഗുരുവാണ് ഈശ്വരനെന്നും പ്രേമമാണ് ഈശ്വരനെ സമീപിക്കാൻ യോജിച്ച മാർഗമെന്ന് പഠിപ്പിച്ചത് അമ്മയാണെന്നും സ്വാമിജി പറഞ്ഞു. സനാതനധർമ്മത്തിൽ ഗുരുവാണ് ഈശ്വരൻ, ഗുരു തന്നെയാണ് ഈശ്വരൻ, അതിനപ്പുറം ഒരു ഈശ്വരൻ ഇല്ല. ഞാനതെല്ലാം അമ്മയിൽ കണ്ടു. 79-ൽ എനിക്ക് ഈശ്വരനുണ്ട് എന്നുള്ളത് ഭയം കൊണ്ടുണ്ടായ ഒരു വിശ്വാസമായിരുന്നു. പക്ഷേ ഭയമല്ല, പ്രേമമാണ് ഈശ്വരനെ സമീപിക്കാൻ ഏറ്റവും നല്ല മാർഗം. ആ പ്രേമം അതെങ്ങനെ ഇരിക്കും? അത് നുണയാൻ കഴിഞ്ഞത്, അത് തൊട്ടറിയാൻ കഴിഞ്ഞത്, അത് നേരിട്ട് കാണാൻ കഴിഞ്ഞത് അമ്മയെ കണ്ടപ്പോഴാണ്. അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ വൈസ് പ്രിൻസിപ്പൽ എ ആനന്ദ്കുമാർ സ്വാമിജിയെ പൂർണ്ണകുംഭം നൽകി സ്വാഗതം ചെയ്തു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർ, സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ, ഡോക്ടർ ഗിരീഷ് കുമാർ, സ്വാമി ജയദാമൃത ചൈതന്യ, ഡോക്ടർ രഹന, ഡോക്ടർ ജഗ്ഗു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭജനയ്ക്ക് ശേഷം സ്വാമിജി പ്രസാദ വിതരണവും നടത്തി. അമൃത ന്യൂസ്, കൊച്ചി.